അപ്പോൾ എന്താണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലഹരി വിമുക്ത ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് TRK സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു, 5th സ്റ്റാൻഡേർഡിലാണ് കഴിഞ്ഞത്. ഇനി 6th 7th 8th 9th 10th ഒക്കെ ഉണ്ട്. നമ്മൾ കളിക്കുന്നത് ഡാൻസിന് പ്രത്യേകത സൂംബയാണ്. അതെ, സൂംബ ഡാൻസ്. നിങ്ങൾ ഏട്ടന്മാർ പലതും കാണിച്ചു തരും, അത് നിങ്ങൾ നേരെ ചെയ്യുക. ഇതൊന്നും കണ്ട് ഇൻഫ്ലുവൻസ് ആവും. നമ്മൾ ഫസ്റ്റ് തന്നെ സാർ, ഇപ്പം ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റിഹേഴ്സലാണ്. എന്ത് ചെയ്യും, സൂംബ എങ്ങനെ ഇവരെ പഠിപ്പിക്കും എന്നുള്ളൊരു ഇതാണ്. സംഭവം ഒരു 60 കുട്ടികളും ഉണ്ട്, പിന്നെ ഞങ്ങൾ 3 ആളും ഉണ്ട്. അതാ പ്രശ്നം, എങ്ങനെ എടുക്കും എന്നുള്ള ഐഡിയ ഇല്ല. പറഞ്ഞ പോലെ സൂംബ ഡാൻസ് കളിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇന്നലത്തെ തോനെ കുട്ടികളുണ്ടാകുന്നത് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഡാൻസിൽ സൂംബ ക്ലാസ് ഇപ്പോൾ 4 ബാച്ചിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് പോകണു. പിന്നെ കണ്ടോ, തീരെ വേർത്തിട്ടൊന്നുമില്ല, ഫുള്ള് പട്ടിപ്പണി, തീരെ വേർത്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ അവസരം തന്നത് ആ സാറാണ്, അരവിന്ദ് സാറിനാണ് പേര്. സൂമാക്കാൻ പറ്റില്ല എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് 2 ക്ലാസ് കൊണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വ്ളോഗുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് പറയുന്നതായിരിക്കും. ഇനി കുറേ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരാണ്ട്. ക്യാമ്പിൻ്റെ ക്ലാസ്സിൻ്റെ ക്യാമ്പല്ല സോറി സൂംബ ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പറയാണ്ട്. ഒരു വ്ളോഗ് ഓണാക്കിയാൽ പിന്നെ ഈ മറ്റേ പഞ്ചസാരയിൽ ഇരുമ്പ് പൊതിയില്ലേ, അതുപോലെയാണ് ക്യാമറ ഓണാക്കിയത്. നിങ്ങൾ ചെക്കന്മാർ ക്യാമറ കാണാൻ കണ്ടോ, എന്നാൽ നമ്മൾ റീൽസ് എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് നോക്കില്ല. അതാണെങ്കിൽ പ്രത്യേകം ഏത് മനസ്സിലായില്ലേ. ഇതിനെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഇവിടെ എന്താണെന്നറിയോ, പണ്ടത്തെ ഓർമ്മകളിലേക്ക് നമ്മൾ പോവാണ്. ഈ കുട്ടികൾ കഞ്ഞി കുടിക്കാൻ അതല്ല ശിവാണക്ക് എന്താ പറയുള്ളൂ ഈ സൂംബ ക്ലാസ്സിനെ പറ്റിയിട്ട്. കുട്ടികളെ എങ്ങനെയാ കുട്ടികൾ നല്ല പുതിയ തലമുറകളെ വിളയിച്ചെടുക്കാൻ അതല്ല വെച്ച് കുട്ടികൾ നമ്മുടെ പണ്ടത്തെ കാലങ്ങൾ, പണ്ടത്തെ ഓർമ്മകളാണ് ഇത്. ഞങ്ങളൊക്കെ പണ്ട് ഇതേപോലെ മഴ കൊണ്ടിട്ടില്ല, ഇങ്ങനെ കഞ്ഞി കുടിക്കാനും അതിനൊക്കെ കഞ്ഞി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ കുട്ടികളൊക്കെ വന്ന് നിൽക്കണം. എങ്ങനെയാണെന്നറിയോ, ഞാൻ പണ്ട് കഞ്ഞി പിടിക്കാൻ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ക്ലാസ്സിൽ നിന്ന് മെല്ലെ ഇറങ്ങുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ലൈനിലായിരിക്കും ചോറ് അരി കഴിഞ്ഞിട്ട് അരി ഇങ്ങനെ വെന്തിട്ട് അടിയിൽ ഒട്ടി പിടിക്കില്ലേ, ആ സംഭവമാണ് എനിക്ക് കിട്ടുക. എന്നിട്ട് ഒരു കുറച്ച് മോരുകറി എന്ന് പറഞ്ഞ സാധനം കിട്ടും. പക്ഷേ അവസാനത്തെ ട്രിപ്പിൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഉച്ചക്കഞ്ഞിയുടെ ബെസ്റ്റാണ്. കഞ്ഞി കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മെയിനായിട്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെ പേര് എന്താ, അവൻ്റെ പേര് അഭിനവ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഇൻസ്റ്റ ID പറയുന്നത് 4 അബി എന്നാണ്. ഇതാണ് കഴിഞ്ഞാൽ പറഞ്ഞ ഇത് പറയട്ടെ, ഡബ്ബനൊന്നുമില്ലേ ഈ താടി വീശി വന്നു എന്നല്ലാണ്ടല്ലേ ഒരു ബുദ്ധി എന്ന് പറഞ്ഞ സാധനം. നമ്മളിപ്പോ ഇവിടെ ഒരു വ്ളോഗിന്റെ കാര്യം പറയുമ്പോ ഉച്ചക്കഞ്ഞി നാട്ടിലെ ചെക്കൻ എവിടെ എത്തിയാണ് ഇന്ന് ബിരിയാണിയാണ്. ഇന്ന് വീട്ടുപേരോടെയും പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ ബിരിയാണിയാണെന്ന്. വെജിറ്റബിൾ ബിരിയാണി ആരുടെ പറയണ്ട, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഉണ്ടാകുമ്പോ ഒരു വെജിറ്റബിൾ ബിരിയാണി ഇല്ല. നല്ല ചോറ് മോരൂട്ടൻ മുതിരപ്പേര് കിട്ടിയ ഭാഗ്യം. മുതിരപ്പേര് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു കുറച്ച് ചോറ് ഇവരുടെ ഇതിപ്പോ ഉച്ചക്കഞ്ഞിയുടെ റിവ്യൂന്റെ ആയില്ലോ. ഇവൻ പിന്നെ ഉച്ചക്കഞ്ഞിയുടെ കാര്യമാവില്ല ഇവിടെ പറയേണ്ടത്. കുറച്ച് മോരുകറി കഴിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് മുതിര അല്ലെങ്കിൽ എന്തൊരു കുറച്ചില്ല, അതന്നെ ഉള്ളൂ, ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഈ വർക്ക് തന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ പോകുന്നു കണ്ടോ, അതിന് ക്യാമറ വരാൻ ഒരു നാനാണ്. സ്റ്റേറ്റില് ഫസ്റ്റ് ഒക്കെ അടിച്ചാൽ അതെ, സ്റ്റേറ്റിൽ വലിയൊരാളായിരുന്നു. സ്റ്റേറ്റിൽ ഫസ്റ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് സാറിനെ പരിചയപ്പെടാം. നമ്മൾ ഗവൺമെന്റ് ഈ വർഷം സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സൂംബ ഡാൻസ്. ഈ സൂംബ ഡാൻസ് ഇന്നിപ്പോൾ ലഹരി വിരുദ്ധ ദിനമാണ്, ജൂൺ 26. ഈ സൂംബ ഡാൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിവിടെ സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നത് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഇവന്മാർ ക്യാമറ പിടിക്കുന്ന ഒരുത്തനുണ്ട്, അഭിഷേക്. അപ്പോൾ ഇവരുടെ ഒരു ഡാൻസ് ട്രൂപ്പുണ്ട്, സ്ട്രീറ്റ് ഡാൻസേഴ്സ്. അവർ വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. വളരെ അടിപൊളിയായിട്ട് പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അവരുടെ സഹായം ഞങ്ങൾ ആദ്യം തേടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഹെൽപ്പ് ചോദിച്ചു. അവർ ഒരു മടിയും കൂടാതെ തന്നെ വന്ന് 2 ദിവസങ്ങളായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ 5ാം ക്ലാസ്സിന് 6ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് ഒരു 1500ഓളം വരുന്ന കുട്ടികളെ ഞങ്ങൾ
സൂംബ ഡാൻസ് കളിപ്പിച്ചു. വളരെ വിജയകരമായിട്ട് പരിപാടി അവസാനിപ്പിച്ചു ഇപ്പോൾ. അപ്പോൾ സ്ട്രീറ്റ് ഡാൻസേഴ്സിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അത്രേ ഉള്ളൂ. നമ്മളില്ലേ പരിപാടി പറഞ്ഞത് രാവിലെ, എന്നിട്ട് ഒരുത്തൻ കയറി വന്ന സമയം നോക്കണേ. സമയം കാണിക്കും. ഹായ് പറഞ്ഞു. ഹായ്. സമയം നോക്കിക്കോ. 1 മണി ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ചെക്കനാണ്. ഞങ്ങളുടെ പുതിയ വ്ളോഗ് വരുന്നതായിരിക്കും. വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സൂംബ ക്ലാസ് എടുത്തു, അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകളേതോ കണ്ടുള്ള ഒരു വീഡിയോ അധികം വഴിക്കാണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ സൈഡിൽ ഡിങ് അത് ഓണാക്കുക. പിന്നെ ഇൻസ്റ്റയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ആൻഡ് ഈ വ്ളോഗ് എടുക്കണമെന്ന് എന്താ കുഴപ്പമെന്ന് അറിയോ? ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇടയെന്ന് ചലയ്ക്കും. അത് കാണിച്ചാൽ മെയിനായിട്ട് സബീൻ ദാസ് അടുത്ത വ്ളോഗിൽ പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊപ്രായ്മ കാട്ടിക്കൂട്ടാ. അതന്നെ വാഴത്തോട് ചീര ഉണ്ടാവില്ലേ, ചീര അതേപോലെ ഇത് പിന്നെ എല്ലാം അതിന്റെ പാട്ടുകാരെ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇതായിരിക്കും വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സൂംബ ക്ലാസ് എടുത്തു, അപ്പോൾ അതിൻ്റെ വ്ളോഗ് വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകളേതോ കണ്ടുള്ള ഒരു വീഡിയോ അധികം വഴിക്കാണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ സൈഡിൽ ഡിങ് അത് ഓണാക്കുക. പിന്നെ ഇൻസ്റ്റയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ആൻഡ് ഈ വ്ളോഗ് എടുക്കണമെന്ന് കുഴപ്പമെന്ന് അറിയോ? ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇടയെന്ന് ചലയ്ക്കും. അത് കാണിച്ചാൽ മെയിനായിട്ട് ഒരുത്തനടുത്ത വ്ളോഗിൽ പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊപ്രായ്മ കാട്ടിക്കൂട്ടാണ്. ബാക്കിന്ന് കണ്ടോ? അതേപോലെ ഇത് പിന്നെ എല്ലാം ഇത് വായിച്ച ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇതെന്താണ് ചോദിച്ചെടുക്കണം? എന്താണത്? ടൈഗർ സൂപ്രമിക് ലോക്ക് പണിയാണ്. എങ്ങനെ പൂട്ടുണ്ടാക്കാം? അഭിഷേക് അപ്പോൾ നമ്മളിനി അടുത്ത് പറയാൻ പോകണമെന്നറിയോ? ഇത് ഞങ്ങളെല്ലാവരും പഠിച്ച സ്കൂളാണ്. അവിടെ ഞങ്ങൾ ഇതേപോലെ പോയത് ഒരു ദിവസം. പക്ഷേ എല്ലാം അവിടെ നന്നായി വരും കേട്ടോ, നന്നായി വരും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടില്ലേ? അങ്ങോട്ടെ അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. സാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ റീൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം. പിന്നെ ക്യാമറാമാൻ നേഹലാണ്. 2 ക്യാമറാമാന്മാരുണ്ട്. ഒന്ന് അഭിഷേക് കൃഷ്ണ, ഒഫീഷ്യൽ ക്യാമറാമാൻ ഓഫ് സ്ട്രീറ്റ് ഡാൻസേഴ്സ്. പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ID പറഞ്ഞുതരാം. A_B_I_SEK സഹിച്ചിട്ട് ആരും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അഭിഷേക് അവരുടെ ദീപം കുടുംബശ്രീയുടെ ഈ ലോക്ക് കണ്ടോ? ഈ ലോക്ക് ഞാൻ 8 പഠിക്കുമ്പോൾ എത്രയായിരുന്നു? അന്നും ഈ ലോക്കായിരുന്നു. പക്ഷെ അന്നത്തെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണുള്ളൂ. എന്ത് ചെയ്യാനാ? ഞങ്ങളിപ്പോ എന്താ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് അതെന്തോ ഒരു ലോക്കാണ്. കാരണം ഇത് തുറക്കണമെങ്കിൽ ഒരു ചാവി വേണം. ബാക്കി പറയും. നമ്മള് സാറിനെ നോക്കി സാറിനെ തപ്പിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി റീൽ എടുക്കുന്നുണ്ട് സാറുമാരുടെ ഒപ്പം. എന്നിട്ട് നമ്മള് റീൽ ഇടുന്നതായിരിക്കും. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറുമാരെ കാണാനില്ല. ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളെ നിർത്തിയിട്ട് സാറുമാര് ക്ലാസ് എടുക്കാൻ പോയി തോന്നുന്നുണ്ട്. ബസ്സോ അടി കിട്ടാതെ വകുപ്പുണ്ട്. മെയിനാവാൻ നിൽക്കുന്നു. എന്റെ പ്രാണനെ കൊണ്ടുപോയി. സാറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, വിനോദ് സാറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഞങ്ങള് മാഡം ടീച്ചറിനെ കാണാൻ പോവാണ്. സാറ് നമ്മളിപ്പോ വിനോദ് സാറിനെ കാണാൻ പോവാണ്. അപ്പൊ ഇവിടുത്തെ ഇന്നത്തെ 5-8 ക്ലാസ് വരുമ്പോൾ നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ അടുത്തതായിട്ട് നമുക്ക് വിനോദ് സാറിനെ കാണാൻ പോകണം. നമ്മൾ പഠിച്ച സ്കൂളാണ് ഇതൊക്കെ. നമ്മളോടുകൂടി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറായി. ഇതാ കിണറൊക്കെ വെച്ചു, കിണറൊക്കെ കെട്ടി. എന്താ ചെയ്യുക? നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ സ്കൂള് ഒന്നുകൂടി പുരോഗമനമൊക്കെ വരുന്നത്. അല്ലേ? ശരിയല്ലേ? അഭിനവ് പറയൂ. ശരിയാണ്. പക്ഷെ നല്ല ഓർമ്മകളാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. ഓൾവേസ് മെയിൻസ് ആണ് നമ്മൾ പഠിച്ച സ്കൂള്. അതെ, നമ്മൾ പഠിച്ച സ്കൂൾ. ഒരുപാട് കറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. കിഷോറ് കുട്ടികളെ പറ്റിക്കാണ് എന്തൊക്കെയാ പറഞ്ഞിട്ട് വില വീശാണ്. വെള്ളത്തിൽ മീൻ ഉണ്ട്, ഈ വെള്ളത്തിൽ മീൻ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. കണ്ടോ അതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള്. അങ്ങനെ സാറിനെ കണ്ടിട്ട് ഇവിടെ നമ്മളൊരു സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ പാൻറ്റിൽ ചളിയായി പറഞ്ഞിട്ട്
പാൻറ് കഴുകി എങ്ങനെ ചെയ്യാം? പാൻറ് കഴുകിണ്ടായിരുന്നു കാണിക്ക്, നോ പ്രോബ്ലം. ഇങ്ങനെ ഒരു സ്കൂളിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ അതൊക്കെ? ആരങ്ങനെ ചെയ്തേ? ആരാ ചെയ്ത് ഞാൻ കാണിച്ചത്. അങ്ങനെ നിൽക്കണേ, ഇതാ അങ്ങനെ ചെയ്ത ആളാണ്. ആയിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. കണ്ടോ, മാറ്റി നോക്കി. മഴയെ കാരണം എല്ലായിടത്തും അപ്പം തന്നെ പറയാം, ആരും ഷൂ യൂസ് ചെയ്യരുത്. കാരണം മഴയാണ് കാരണം കൊണ്ട്. റീല് കിട്ടി പറയും. റീല് കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ റീലെടുക്കാൻ പോവാണ് TRK സാറന്മാരുടെ ഒപ്പം. കാണാം. റീല് കാണിക്കും. അടുത്ത ഈ സാധനത്തിൽ അപ്പൊ നമുക്ക് റീല് കിട്ടിട്ടോ. സാറന്മാരുടെ കൂടെ റീൽ എടുക്കാൻ പോകുന്നത് ഈ പാട്ടാണ് കേട്ടോ. അപ്പോൾ കിഷോർ സ്റ്റെപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർമാരിൽ പിന്നെ പൊന്നു മക്കളെ ടീച്ചർമാരില്ല, സാറുമാരുള്ളൂ. ഇതൊന്നും കണ്ട് ഇൻഫ്ലുവൻസ് ആയിരുന്നു എൻ്റെ പൊന്നാണ് നമ്മുടെ വേടൻ. അൽജോ പറയും, അൽജോ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും മാത്രമല്ല മിമിക്രി ഉണ്ട്. മറ്റേ തന്തപ്പടി എങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പുതിയ ശിങ്കാരിമല ടീം ഇറങ്ങിയിട്ടോ. ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ശിങ്കാരിമലാക്കി. സാറുമാരുടെ ഒപ്പം എടുക്കാൻ പോവാണ്. 2 സാറുമാരുണ്ട്. ഒന്ന് അരവിന്ദ് സാറും ഒന്ന് വിനോദ് സാർ കാർ പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു റീൽ വരുന്നതായിരിക്കും. ഇതിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലും പിന്നെ TRK എന്നുള്ളൊരു ഒഫീഷ്യൽ അക്കൗണ്ടിലും. അരവിന്ദ് സാറിന്റെ അക്കൗണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യാം. പോവാണ്. കമാ സ്റ്റെപ്പൊക്കെ സെറ്റ് ചെയ്ത് സാറുമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് എടുക്കണമെന്നുള്ള പ്ലാൻ ആയിട്ടില്ല. പക്ഷെ നമ്മുടെ റീലിൽ ഡ്രോണൊക്കെ ഉണ്ട്. എല്ലാവർക്കും കാണിച്ചതാ. ഡ്രോൺ. അങ്ങനെ കഴിച്ച് നമ്മൾ സാർമാരുടെ ഒപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടതാരങ്ങളായ വിനോദ് സാറിന്റെ ഒപ്പം അരവിന്ദ് സാറിന്റെ ഒപ്പം നമ്മൾ റീലെടുക്കാൻ പോവാണ്. ഒന്നും നോക്കല്ലേ, നമ്മൾ ഫുള്ള് വൈബാണ്. ഞങ്ങൾ വെറുതെ എല്ലാവരും ഡ്രോണൊക്കെ ഇറക്കിയിട്ടുണ്ട്. റെന്റിന് കൊടുക്കുന്ന എല്ലാവരും ചോദിച്ചു വരുന്നത്. അങ്ങോട്ട് വാ. എന്തോ ആദ്യമായിട്ട് എന്തോ കണ്ട പോലെ കാണിക്കുന്നു. ഡ്രോണൊക്കെ വെച്ചിട്ടാട്ടോ അറിയില്ലേ, ചെറിയ പുള്ളികളല്ല. സ്നേഹല്ലൊരു കുഴപ്പത്തിന് കാണുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് 2ാമത്തെ അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. കുഞ്ഞിപ്പുഴ കാണാണ്ട് പോയ കുഞ്ഞിപ്പുഴ കഴിച്ചിരുന്നു. ആ നുഴഞ്ഞു പോണല്ലേ. ഇവനാണ് ഇതിപ്പോ റീല് കൊളാക്കിയത്. നമ്മുടെ ഡിസ്പ്ലേയില് വെള്ളം കാണുന്നപ്പോ പാട്ട് തന്നെ നിന്നു. നമ്മളെന്ത് ചെയ്യോ? റീൽസ് എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ വ്ളോഗ് വരുന്നതായിരിക്കും. ബൈ. സീൻസ് ഒക്കെ കേട്ടോ. റീലെടുത്ത് കഴിഞ്ഞതും നല്ല മഴ. അങ്ങനെ റീല് സക്സസ്ഫുള്ളി 2-3 ടേക്കില് എടുത്തു കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോവാൻ പറ്റില്ല, മഴ മഴ. ലഹരിവിരുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സ്ട്രീറ്റ് ഡാൻസേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നടത്തിയ സുംബ ഡാൻസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഈ പ്രയത്നം ഭയങ്കര അപ്രിഷ്യേറ്റബിളാണ്. എല്ലാ ജില്ലയും അടിസ്ഥാനപ്പെടുത്തിയ ഒരു നോ ഡ്രഗ്സിനെ ടീം എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് ഡാൻസുകളും സുംബ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും.